ഡിയർ സ്റ്റുഡൻസ്, നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തില് സൗന്ദര്യവും വ്യക്തിത്വവും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഘടകങ്ങൾ. മനുഷ്യരുടെ ആത്മവിശ്വാസവും അവരുടെ സാമൂഹ്യ ഇടപെടലുകളും പലപ്പോഴും അവരുടെ വ്യക്തിപരമായ പരിപാലനത്തിന്റെയും അവതരണത്തിന്റെയും മേൽ ആശ്രയിച്ചിരിക്കും. ഈ സാഹചര്യത്തില് കോസ്മെറ്റോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയും ബ്യൂട്ടി കെയർ എന്ന് പറയുന്ന അതിന്റെ പ്രായോഗിക മേഖലയും അത് ഇന്നത്തെ യുവജനങ്ങൾക്ക് വലിയ സാധ്യതകൾ തുറന്നു കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു തൊഴിൽ മേഖല മാത്രമല്ല, മറിച്ച് അതൊരു കലയും ശാസ്ത്രവും കൂടെ കൂടിച്ചേർന്ന ഒരു അത്ഭുത ലോകമാണ് കോസ്മെറ്റോളജി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ചർമ്മ പരിപാലനം, മുടിയുടെ പരിപാലനം, മേക്കപ്പ്, നഖത്തിന്റെ പരിപാലനം, സ്പാ ചികിത്സകൾ ഇവയൊക്കെ ഉൾപ്പെടുന്ന വിശാലമായ ഒരു മേഖലയാണ്. ഇതിലെ ശാസ്ത്രീയ അറിവിനൊപ്പം നമുക്ക് സൃഷ്ടിപരമായിട്ടുള്ള ഒരു ചിന്തയും കൂടെ ഇതിൽ അത്യാവശ്യമാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ശരീരത്തിലെ ഈ ചർമ്മം, മുടി, നഖങ്ങള് ഇവയുടെയൊക്കെ ആരോഗ്യം സംരക്ഷിക്കുന്നത് മാത്രമല്ല, അവയുടെ സൗന്ദര്യം ഉയർത്തിക്കാട്ടുന്നതും ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. ശരിയായ രീതിയിൽ ചർമ്മം ശുചീകരിക്കൽ, വ്യത്യസ്ത ചർമ്മ തരങ്ങളൊക്കെ തിരിച്ചറിയുക, പ്രകൃതിദത്തവും ഈ ആധുനികവുമായിട്ടുള്ള സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾ അതൊക്കെ മനസ്സിലാക്കുക, ഇവയൊക്കെ ഇതിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ പുതിയ ഫാഷൻ ട്രെൻഡുകളുണ്ട്, വ്യക്തിഗതമായിട്ടുള്ള ഒരു ശൈലി, വ്യക്തിത്വ വികസനം, ഇതെല്ലാം ബ്യൂട്ടി കെയറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളാണ്. ഇന്നത്തെ ലോകത്ത് നമുക്കറിയാം, ഈ ബ്യൂട്ടി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ വളരുന്ന ഒരു മേഖലയാണ്. നമുക്കറിയാം ബ്യൂട്ടീഷ്യൻ, മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഹെയർ സ്റ്റൈലിസ്റ്റ്, അതുപോലെ സ്പാ തെറാപ്പിസ്റ്റ് തുടങ്ങി പലവിധ തൊഴിൽ സാധ്യതകളും ഈ മേഖലയിൽ. സ്വന്തമായിട്ട് ഒരു ബ്യൂട്ടി പാർലർ ആരംഭിക്കുന്നതിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി അവസരങ്ങൾ വിദ്യാർത്ഥികൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു വലിയ മേഖലയാണ് കോസ്മെറ്റോളജി, ബ്യൂട്ടി കെയർ എന്ന്. നമുക്കറിയാം, ഈ ഒരിക്കല് ഇതൊക്കെ സാധാരണ ഒരു ആഡംബരമായിട്ടാണ് കണക്കാക്കിയത്. ബ്യൂട്ടീഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നത് ഇതൊക്കെ ഒരു വലിയ ആഡംബരമായി കണക്കാക്കിയിരുന്ന ഈ സൗന്ദര്യ പരിപാലനം ഇന്ന് നമുക്കറിയാം ഓരോ മനുഷ്യന്റെയും ദിനചര്യയുടെ ഭാഗമാണ്. ലോകതലത്തിലൊക്കെ നോക്കുമ്പോൾ ഈ ബ്യൂട്ടി ഇൻഡസ്ട്രി ഇതിനകം തന്നെ $1 ബില്യൺ വിലമതിക്കുന്ന വലിയ ഒരു വിപണിയായിട്ട് മാറിയിട്ടുണ്ട്. 2024 മാത്രം ഈ പ്രൊഫഷണൽ ബ്യൂട്ടി സർവീസ് മേഖല എന്ന് പറയുന്നത് ഏകദേശം $200 ബില്യൺ മുകളിൽ മൂല്യമുള്ളതാണ്. അടുത്ത വർഷങ്ങളിൽ, ഇനി വരുന്ന വർഷങ്ങളിൽ അത് വലിയ തോതിൽ വളരുമെന്നാണ് പുതിയ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. ഇന്ത്യയിലെ സാഹചര്യവും അതുപോലെ തന്നെ ഈ മേഖല വലിയ വളർച്ചയിലാണ്. ഇന്ത്യയിലെ ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ മാർക്കറ്റ് 2025 ഏകദേശം $31 ബില്യൺ. 2028 കൂടിയിട്ട് അതൊരു $34 ബില്യൺ വരെ എത്തുമെന്ന് കണക്കാക്കും. കോസ്മെറ്റിക്സിന്റെ ആ മാർക്കറ്റ് മാത്രം 2025 $21 ബില്യൺ മുകളിലായിരുന്നത് 2030 അതൊരു $40 ബില്യൺ ആകുമെന്നാണ്. ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ബ്യൂട്ടി മാർക്കറ്റാണ്. കാരണം നമുക്ക് യൂത്ത് പോപ്പുലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഈ സ്വാധീനം, സെൽഫ് ഗ്രൂമിംഗ് എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ വളർച്ച, ഇതൊക്കെ വലിയ മേഖലയിൽ ഈ ഒരു മേഖല കോസ്മെറ്റോളജി ആൻഡ് ബ്യൂട്ടി കെയർ എന്ന് പറയുന്ന മേഖല വളരാൻ കാരണമായി. അതൊരു ചെറിയ ജോലി മാത്രമല്ല, അത് വലിയ തൊഴിൽ അവസരങ്ങളുണ്ട്, ധാരാളം തൊഴിൽ സാധ്യതകളുള്ള ശക്തമായിട്ടുള്ള ഒരു കരിയർ മേഖലയാണ്. ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത് ഈ മേഖല എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചതാണ് വേഗതയിൽ കാര്യം പറഞ്ഞത്. അപ്പൊ ഈ മേഖലയിൽ നമുക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള വിവിധ വ്യത്യസ്തമായ കോഴ്സുകൾ അത് ഏതൊക്കെയാണ്, ഏതൊക്കെ ജോലി ഇടങ്ങളിലാണ് നമുക്ക് ഈ കോഴ്സ് പഠിച്ച കുട്ടികൾക്ക് ജോലി കിട്ടുന്നത്, അതിന്റെ വിശാലമായിട്ടുള്ള ഫ്യൂച്ചർ സ്കോപ്പ്, ഇവയൊക്കെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇതിൽ പറയുന്നത്. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഈ കോഴ്സ്, ബ്യൂട്ടി കോഴ്സ് എന്ന് പറയുന്നത്, അത് നടത്തുന്നത് സ്കിൽ യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ വൊക്കേഷണൽ പ്രോഗ്രാം ആയിട്ടും പിന്നെ ഇൻഡസ്ട്രി ടൈപ്പോട് കൂടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, ആ സ്ഥാപനങ്ങളിലെ കോഴ്സുകൾ ഏതൊക്കെയാണ്, അതിന്റെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഏതാണ് പോകുന്നത്, ഹയർ സെക്കൻഡറി കഴിഞ്ഞ കുട്ടിക്ക് ഏതാണ്, ഡിഗ്രി കഴിഞ്ഞ കുട്ടിക്ക് ഏതാണ്, അതിനുശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളായിട്ടുള്ള ഈ മെഡിക്കൽ, ക്ലിനിക്കൽ കോസ്മെറ്റോളജി അടക്കമുള്ള മേഖലകളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഈ ക്ലാസ്സിൽ കിട്ടും. അപ്പൊ ഇതിന്റെ ഈ കോഴ്സുകള്, സ്ഥാപനങ്ങള്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് വിശദീകരിക്കാൻ വേണ്ടി നമ്മുടെ CGSEയുടെ സ്റ്റേറ്റ് ഫാക്കൽറ്റിയായ അനുപമ ടീച്ചറിനെ ക്ഷണിക്കുക. Thank you, sir. Good evening to one and all.
ബഹുമാനപ്പെട്ട CGSE സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ അസിൻസി, തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ ശ്രീ ഷിഹാബ് സാർ, ജോയിന്റ് കോർഡിനേറ്റർ ശുഭ ടീച്ചർ, മറ്റ് വിദ്യാഭ്യാസ ജില്ലാ കൺവീനർമാര്, എന്നോടൊപ്പം ക്ലാസ്സുകൾ നയിക്കുന്ന ജ്യോതിഷ് സാർ, അതുപോലെ സ്റ്റുഡന്റ് ഫാക്കൽറ്റി നജില, മേഘ, അതുപോലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഈ നമ്മുടെ വെബിനാർ സീരീസിന് സാങ്കേതിക സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന കബീർ സാർ, അനിൽ സാർ, എല്ലാവർക്കും എന്റെ നമസ്കാരം. വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ ഇന്ന് നടക്കാൻ പോകുന്ന വിഷയത്തിനെ കുറിച്ച് ജ്യോതിഷ് സാർ നല്ലൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾക്കായി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ കോഴ്സിലൂടെ, അതായത് കോസ്മെറ്റിക് ബ്യൂട്ടി കെയർ ആൻഡ് വെൽനസ് എന്ന ക്ലാസ്സിലൂടെ മേജർ ആയിട്ടുള്ള കരിയർ പാത്ത് വേസ് ഈ കോഴ്സിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ കാത്തിരിക്കുന്ന തൊഴിൽ സാധ്യതകളെ കുറിച്ച്, കോഴ്സുകളെ കുറിച്ചും, അതുപോലെ തന്നെ സ്ഥാപനങ്ങളെ കുറിച്ചും, എവിടെയൊക്കെയാണ് നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള കോഴ്സുകൾ ലഭ്യമാകുന്നു എന്നതിനെ കുറിച്ചും വിശദമായി തന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ ആ ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചില സ്റ്റാറ്റിസ്റ്റിക്സുകൾ പരിചയപ്പെടാൻ ഉണ്ട്. അപ്പോൾ ഈ സാറ് പറഞ്ഞതുപോലെ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് നമ്മുടെ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയില്, കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ, അതായത് 2025 കണക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ കോസ്മെറ്റിക് പ്രോഡക്റ്റ് മാർക്കറ്റ് 1.89 ബില്യൺ ആയിരുന്നു. 2026 $2.09 ആണ്. അതുപോലെ 2031 ആകുമ്പോഴേക്കും ഇതിന്റെ ഒരു ഉയർച്ച എന്ന് പറയുന്നത് $3.5 ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കണക്കുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന വലിയ അനന്തമായ തൊഴിൽ സാധ്യതകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് ഡിസ്കഷൻ നടത്തുന്നത്. ആ അർത്ഥത്തിൽ ബ്യൂട്ടി തെറാപ്പിസ്റ്റ് എന്ന വാക്ക് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. അപ്പോൾ ഈ ക്ലാസിന്റെ ആദ്യത്തെ ഭാഗത്തിൽ പ്രധാനമായിട്ടും നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന കോഴ്സുകളെയാണ് തൊഴിൽ സാധ്യതകളെയാണ് ആദ്യമായി പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ബ്യൂട്ടി ആൻഡ് മേക്കപ്പ് ആണ്. അതായത് ബേസിക് ആയിട്ടുള്ള ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ പ്രാക്ടീസിന്റെ ബേസിക് കോൺസെപ്റ്റ് മുതൽ അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം വരെ നമ്മൾക്ക് കുട്ടികൾക്ക് തൊഴിലവസരം ലഭ്യമാക്കുന്നു. ബേസിക് എന്ന് ഞാൻ പറയുമ്പോൾ ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ കൺസീലർ, കോമ്പാക്ട്, ഫേസ് എൻഹാൻസ്മെന്റ്, ലിപ് മേക്കപ്പ്, അതുപോലെ തന്നെ ഫൈനൽ ടച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ സ്കിൻ പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ കളറിങ്, അതുപോലെ അഡ്വാൻസ്ഡ് ബേസ് ആപ്ലിക്കേഷൻ തുടങ്ങി അഡ്വാൻസ്ഡ് മേഖലയിൽ വരെ കുട്ടികൾക്ക് തൊഴിലവസരം ധാരാളമായി ലഭിക്കുന്നു. അതുപോലെ രണ്ടാമത് പറയേണ്ടത് ഫാഷൻ ആൻഡ് മീഡിയയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഫാഷൻ ആൻഡ് മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ധാരാളമായിട്ടുള്ള ഫാഷൻ ഷോസ്, ഫോട്ടോഷൂട്ട്സ്, അതുപോലെ മാഗസീന്റെ കവർ മോഡൽസ്, ഇതൊക്കെ സജ്ജരാക്കാനായിട്ട് ധാരാളം എക്സ്പേർട്ടിനെ ആവശ്യമുള്ളതാണ്. നമ്മൾ സാധാരണയായിട്ട് കൗതുകത്തോടെ വീക്ഷിക്കുന്ന റാംവാക്ക്, മാഗസീന്റെ ഷൂട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നല്ല പ്രഗത്ഭരായ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ റോള് വളരെ വലുതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല തൊഴിൽ സാധ്യതയാണ് ബ്രൈഡൽ മേക്കപ്പ്. ബ്രൈഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും സ്പെഷ്യലായ ഒരു ഡേയില് എപ്രകാരമാണ് അവരുടെ കോസ്റ്റ്യൂം, വസ്ത്രങ്ങളും ജുവൽസും ഇണങ്ങുന്ന തരത്തിൽ ഏറ്റവും സുന്ദരിമാരായിട്ട് അണിയിച്ചൊരുക്കുക എന്ന ദൗത്യം നല്ല എക്സ്പെർട്ടായ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നന്നായി ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്ത ഒരു തൊഴിൽ സാധ്യത എന്ന് പറയുന്നത് സ്കിൻ അനലിസ്റ്റ് ആണ്. ഇപ്പൊ ഇവിടെ പറയുമ്പോൾ സ്കിൻ അനലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജോലി, അതായത് നമ്മുടെ മനുഷ്യർക്കിടയിൽ സ്കിൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള സ്കിൻ, ഓയിലി, ഡ്രൈ, സെൻസിറ്റീവ് തുടങ്ങിയ തരത്തിലുള്ള സ്കിൻ ഉണ്ട്. ഓരോ സ്കിന്നിനും ഉതകുന്ന അല്ലെങ്കിൽ ചേരുന്ന, മാച്ച് ആകുന്ന തരത്തിലുള്ള മേക്കപ്പ് നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് അവരെ മാറ്റുന്നതിന് എക്സ്പെർട്ടായ ബ്യൂട്ടീഷ്യന്മാർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതൊക്കെ അനന്തമായ തൊഴിൽ മേഖലകളാണ്. തുടർന്ന് നമ്മൾക്ക് നോക്കേണ്ടത് ഹെയർ കട്ടിങ്, ഹെയർ കെയർ ആണ്. ഹെയർ കെയറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നത് പോലെ പലതരത്തില് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, വളരെ വ്യത്യസ്തമായ സ്റ്റൈലിഷ് ആയിട്ടുള്ള വ്യക്തികളെയാണ്, ഹെയർ സ്റ്റൈൽ ഉള്ള ആളുകളെയാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. അങ്ങനെ നോക്കുമ്പോൾ
ലെയറിംഗ്, ഗ്രഡേഷൻ, ടെക്സ്ചറിങ് ഒക്കെ നമുക്ക് ചെയ്യുന്നതിന് പ്രത്യേകമായ ടൂളുകൾ, അതെങ്ങനെയാണ് അത്തരം ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള എക്സ്പെർട്ടുകളെ നമുക്ക് ആവശ്യമുണ്ട്. അതൊക്കെ വളരെ നല്ല ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരു മേഖലയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ മുടിയുടെ ഓവറോൾ അപ്പിയറൻസ് എൻഹാൻസ് ചെയ്യുക, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് സ്പാ പോലെ കെരാറ്റിൻ പ്രോട്ടീൻ പോലെയുള്ള കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുടിയുടെ സ്റ്റൈലിംഗ് നടത്താനായിട്ട് സാധ്യമാകും. ഇതിനൊക്കെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കാൻ ധാരാളമായ ആളുകളെ യഥാർത്ഥത്തിൽ ആവശ്യമാണ് എന്നുള്ളതാണ്. ഇനി മൂന്നാമതായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് സ്കിൻ കെയർ ആൻഡ് കോസ്മെറ്റോളജി ആണ്. അപ്പൊ അതിനകത്ത് ഫേഷ്യൽ ആൻഡ് സ്കിൻ കെയർ പറയുന്നുണ്ട്, ഡെർമറ്റോളജി, അതുപോലെ തന്നെ കോസ്മെറ്റിക് കെമിസ്ട്രി. നമുക്കറിയാം മുഖം സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന തരത്തില് അതുപോലെ ഡർട്ട, ഓയിൽ, ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന ഒരുപാട് ടെക്നിക്സ് ഇന്ന് ബ്യൂട്ടി പാർലറുകളിൽ അവൈലബിൾ ആണ്. അതിന് എക്സ്പെർട്ട് ആയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ നല്ലൊരു തൊഴിൽ സാധ്യത നമുക്ക് മനസ്സിലാക്കാം. തുടർന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഡെർമറ്റോളജിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ അവിടെ നമുക്ക് മെഡിക്കൽ പാത്വേസ്, ഒരു ഡോക്ടർ പിന്നെ അനുബന്ധമായിട്ട് അതിന്റെ MBBS മുതൽ സൂപ്പർ സ്പെഷ്യലൈസേഷൻ നടത്തി ഡെർമറ്റോളജി മേഖലയിൽ വളരെ പ്രഗത്ഭരായി നിൽക്കാൻ പറ്റുന്ന ഡോക്ടേഴ്സ് വളരെയേറെ സാധ്യതയുള്ള ഒരു മേഖലയാണ്. തുടർന്ന് നമുക്ക് ഡിഗ്രി, ഹയർ സെക്കൻഡറി പ്ലസ് ടുവിന് ശേഷം ഡിഗ്രി കോഴ്സുകളിലൂടെ കടന്നു കോസ്മെറ്റിക് കെമിസ്ട്രിയിലൂടെ നമുക്ക് പല മേഖലകളും പല തൊഴിൽ സാധ്യതകളും ഉണ്ട്. അതില് ഏറ്റവും പ്രധാനമായിട്ട് കോസ്മെറ്റിക് കെമിസ്ട്രി ഉണ്ട്, ഫോർമുലേഷൻ സയന്റിസ്റ്റ് ഉണ്ട്, അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ്ങിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന കുറച്ച് ഹയർ ഓർഡർ വിദ്യാഭ്യാസം നേടിയെടുക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള തൊഴിൽ സാധ്യതകളും നമുക്ക് ഇടയിലുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് മറ്റൊരു തൊഴിൽ അവസരം ലഭ്യമാകുന്നത് നെയിൽ ആൻഡ് എസ്തെറ്റിക്സ് ആണ്. ഇവിടെ പ്രധാനമായിട്ടും നഖങ്ങളുടെ നെയിൽ ആർട്ട് പ്രത്യേകമായിട്ട് തന്നെ എടുത്തു പറയണം. അതുപോലെ തന്നെ മാനിക്യൂർ, പെഡിക്യൂർ, കൈകാലുകളുടെ വിരലുകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പ്രക്രിയകളിൽ ഇടപെടുന്ന ബ്യൂട്ടീഷ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ നെയിലിന്റെ എക്സ്റ്റൻഷൻ, അതായത് നാച്ചുറലോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലോ ആയിട്ടുള്ള നെയിൽ എക്സ്റ്റൻഷൻ നടത്തുകയും അതിൽ വർണ്ണ വൈവിധ്യമായ പോളിഷുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് അതിന്റെ നഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേകം പ്രാവീണ്യം നേടിയ ആളുകൾ നമ്മൾക്ക് ഇടയിൽ ഉണ്ട്. അവർക്ക് അത്തരത്തിലുള്ള തൊഴിൽ അവസരങ്ങളും ധാരാളമായി ഉണ്ട് എന്നുള്ളതാണ്. തുടർന്ന് നമ്മൾക്ക് നോക്കുമ്പോൾ തൊഴിലവസരം വരുന്നത് വെൽനസ് ആൻഡ് സ്പാ ക്ലിനിക്സ് ആണ്. എന്ന് പറയുമ്പോൾ ബോഡി മസാജ് ടെക്നിക്കിൽ അരോമ തെറാപ്പി, യോഗയുടെ ബേസിക് സ്കില്ലുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ സൗന്ദര്യം നിലനിർത്തുന്നതിന് ആവശ്യമായ ന്യൂട്രീഷ്യസ് ഫുഡ് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പകർന്നു കൊടുക്കുക, ഇതെല്ലാം തന്നെ എക്സ്പേർട്ടുകളെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ വെൽനെസ്സില് ഓവറോൾ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, അതിനകത്ത് ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ഹെൽത്ത് കെയർ മെയിൻ്റനൻസ് ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അരോമ തെറാപ്പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നാച്ചുറലായ പ്രോഡക്റ്റുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൽ സ്റ്റീമിങ്, അതുപോലെ തന്നെ ബാത്തിങ് തുടങ്ങിയ കാര്യങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് സ്കിൻ കെയർ അല്ലെങ്കിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ടെക്നീഷ്യൻസിനെ നമുക്ക് ധാരാളമായിട്ട് ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ വെൽനസ്, യോഗ, അതും ഓവറോൾ ഫിസിക്കൽ, മെന്റൽ ബാലൻസിന്, വെൽനസിന് ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ബിസിനസ് ആൻഡ് മാനേജ്മെന്റ്. അതായത് നമ്മുടെ സലൂൺ മാനേജ്മെന്റ്, അതിനകത്ത് പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ അവിടെ പ്രവർത്തിക്കുന്ന ആളുകളുടെ സ്റ്റാഫിന്റെ മാനേജിങ്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി, ക്ലെൻലിനെസ്സും ഹൈജീനും പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള തൊഴിൽ നേടേണ്ട ആളുകളുടെ ഒരു നിയന്ത്രണം, അതുപോലെ സ്റ്റോക്ക് ഇൻവെന്ററി ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ അങ്ങനെ സലൂൺ മാനേജ്മെന്റ് പ്രോപ്പറായി കൈകാര്യം ചെയ്യുക എന്നുള്ളത് ധാരാളം തൊഴിൽ തരുന്ന അവസരങ്ങളായിട്ട് നമ്മൾക്ക് കണക്കാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കസ്റ്റമർ സർവീസ് ആണ്. വരുന്ന കസ്റ്റമേഴ്സിനെ, ക്ലയൻസിനെ വളരെ വാമായിട്ട് ഗ്രീറ്റ് ചെയ്യുകയും അവരോട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾക്ക് അവരുടെ പെർഫെക്റ്റ് ആയിട്ട് അവരെ സ്റ്റൈലിഷ് ആയി
ബ്യൂട്ടി ആക്കി മാറ്റുന്നതിന് ആവശ്യമായ ആളുകൾ ധാരാളമായിട്ട് ആവശ്യമുണ്ട്. മാത്രവുമല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇത്തരം സ്ഥാപനങ്ങളെയോ അല്ലെങ്കിൽ പ്രോഡക്റ്റുകളെയോ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സ്കില്ലായിട്ട് കരിയർ സാധ്യതയായിട്ട് നമ്മൾക്ക് കാണാം. ഓൺടർപ്രന്യൂർഷിപ്പിൽ സ്വയം സംരംഭകരായിട്ട് സ്വന്തമായിട്ട് ഫ്രീലാൻസിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞു. അപ്പോൾ സ്വതന്ത്രമായി ഇത്തരം പാർലറുകൾ സ്ഥാപനങ്ങൾ നടത്തി സ്വതന്ത്രമായി ഒരു വരുമാന മാർഗത്തിന്റെ ഭാഗമാകുന്ന വളരെ അനന്തമായ ഇത്തരത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള തൊഴിൽ അവസരങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ധാരാളം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്നുള്ള തരത്തിലുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇപ്പോ ഇത്രയുമാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള കരിയർ സാധ്യതകൾ എന്ന് മനസ്സിലാക്കാം. തുടർന്ന് നമുക്ക് പറയേണ്ടത് എന്തെല്ലാം അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഏതെല്ലാം കോഴ്സുകളാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാം. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള VHSEയില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർ സബ്ജക്റ്റ് ആയിട്ട് തന്നെ ബ്യൂട്ടി തെറാപ്പിസ്റ്റ് +1 +2 പഠിക്കുന്നുണ്ട്. അതിനകത്തുള്ള സബ്ജക്റ്റുകൾ ഇനി പറയുന്ന SSLC കഴിയുന്ന ഒരു കുട്ടിക്ക് വളരെ പാഷനോടുകൂടി നമ്മുടെ ഈ കരിയർ മേഖലയിലേക്ക് പോകണം, അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ, സ്കിൻ കെയർ, ബ്യൂട്ടി കെയർ, ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ഒക്കെ ആകണം എന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചോയ്സ് ആണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം കോഴ്സ്. അതിനകത്ത് സ്കിൻ കെയർ, കോസ്മെറ്റോളജിയുടെ ബേസിക്, ഹെയർ കെയർ സ്റ്റൈലിംഗ്, അതുപോലെ മേക്കപ്പ് ടെക്നിക്, ഫേഷ്യൽ ആൻഡ് ബോഡി ട്രീറ്റ്മെന്റ്, നെയിൽ കെയർ തുടങ്ങിയ സബ്ജക്റ്റുകളെല്ലാം ഉൾപ്പെടുത്തി വളരെ സമഗ്രമായ ഒരു പഠനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ ആവശ്യം ക്ലയന്റ് ഹാൻഡ്ലിങ്ങും പ്രാക്ടീസ് ബ്യൂട്ടി സ്കിൽസും ഒക്കെ അവർക്ക് ഗ്രഹിക്കാൻ സ്വായത്തമാകാൻ സാധിക്കുന്നു. തുടർന്ന് അവരുടെ കരിയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ബ്യൂട്ടീഷ്യൻ ആയിട്ടോ മേക്കപ്പ് ആർട്ടിസ്റ്റോ, അതായത് 12ാം ക്ലാസ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ വളരെ നന്നായി സ്വന്തമായ ഒരു പാർലർ നടത്താനായിട്ട് സജ്ജരായി പുറത്തേക്ക് വരുന്ന കുട്ടികളാണ്. അപ്പൊ അവർക്ക് നമ്മുടെ NSQF-ന്റെ ലെവൽ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തുടർന്ന് അവരുടെ കരിയറിലേക്ക് ഒരു വ്യക്തമായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അവർക്ക് അവസരമുണ്ട്. ഈ ഒരു കോഴ്സ് 10ാം ക്ലാസ്സിൽ തുടർന്ന് നമ്മുടെ കുട്ടികളെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് 12ാം ക്ലാസ്സിന് ശേഷം ഡിഗ്രി ലെവലിലേക്ക് പോകുമ്പോൾ ഏതെല്ലാം സാധ്യതകളാണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഡിഗ്രി കോഴ്സുകളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് 3 തരത്തിലുള്ള BSc കോസ്മെറ്റോളജി, BSc ബ്യൂട്ടി ആൻഡ് വെൽനെസ്, BOc ബ്യൂട്ടി തെറാപ്പി ആൻഡ് എസ്തെറ്റിക്സ്, ഇങ്ങനെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ നമ്മൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ശരിക്കും ഇങ്ങനെ ഈ ഒരു ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ അവിടുത്തെ കരിയർ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്യൂട്ടി പാർലർ, സലൂൺ മാനേജ്മെന്റ് അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ പ്രവൃത്തികളിൽ നേരിട്ട് ഇടപെടുന്നതിനേക്കാൾ ഉപരിയായിട്ട് കോസ്മെറ്റിക് കെമിസ്ട്രി ആയിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം, പ്രൊഡക്ഷൻ ഫോർമുലേഷൻ സയന്റിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം, അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടുന്ന അടിസ്ഥാനപരമായ യോഗ്യത, അതൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണം എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. മറ്റ് സാധാരണ സർട്ടിഫിക്കറ്റ് കോഴ്സുകളെയോ അതുപോലെ ഡിപ്ലോമ കോഴ്സുകളെ എല്ലാ സ്ട്രീമിലെ കുട്ടികൾക്കും പോകാമെങ്കിൽ കൂടെ ഈ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ കോസ്മെറ്റിക് സയൻസ് കരിയർ മേഖലയിലേക്ക് പോകേണ്ടതിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലെ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് തീർച്ചയായിട്ടും ആവശ്യമാണ്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും പ്രിഫർ ചെയ്യുന്നത് BSc കെമിസ്ട്രി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി എടുക്കുന്നവർക്ക് കേരളത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങളിൽ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ തീർച്ചയായിട്ടും നിലവിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ BPharm, MPharm തുടർന്ന് ഈ പറയുന്ന നമ്മുടെ സയന്റിസ്റ്റ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ്, അനലിസ്റ്റ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കോമ്പിനേഷൻ എന്ന് പറയുന്നത് MSc കോസ്മെറ്റിക് അല്ലെങ്കിൽ കോസ്മെറ്റിക് ടെക്നോളജിയിലൂടെ നമുക്ക് ഹയർ സ്റ്റഡീസിലേക്ക് പോകാം എന്നുള്ളതാണ്. അപ്പോ ഇനി നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഒരു സാധ്യത വെച്ച് നോക്കുമ്പോൾ ഹയർ സ്റ്റഡീസിന് ഗവൺമെന്റ് തലത്തിലുള്ള അവസരങ്ങൾ ആദ്യത്തെ ഒരു ഇനിഷ്യൽ സ്റ്റേജിലാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾക്ക് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ നന്നായിട്ട് പ്രൈവറ്റ്, ഓട്ടോണോമസ്, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൂടി ഇവിടെ വ്യക്തമാക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ചില കോമ്പിനേഷൻസ് കൂടെ പരിചയപ്പെട്ടു പോകാം. BSc കെമിസ്ട്രിയോടൊപ്പം
BSc കെമിസ്ട്രി നമുക്ക് ഇവിടുത്തെ കോളേജുകളിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഗവൺമെന്റ് കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാ കോളേജിലും നമുക്ക് കെമിസ്ട്രി കിട്ടുന്നു. തുടർന്ന് PG ഡിപ്ലോമ എന്ന് പറയുന്നത് അത് ഔട്ട്സൈഡ് കേരള പഠിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് നേരത്തെ പറഞ്ഞ തൊഴിൽ മേഖലകളിൽ എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ BSc ബയോളജി സയൻസിനോടൊപ്പം PG ഡിപ്ലോമ ഇൻ പെർഫ്യൂമറി ആൻഡ് കോസ്മെറ്റിക് മാനേജ്മെന്റ് അത് മറ്റൊരു ചോയ്സ് ആണ്. തുടർന്ന് BSc കെമിസ്ട്രി, MSc കോസ്മെറ്റിക് സയൻസിലൂടെ നമുക്ക് പോകാനായിട്ട് കഴിയും. അതുപോലെ തന്നെ BSc ബയോളജി സയൻസും അതുപോലെ MSc കോസ്മെറ്റിക് സയൻസും മറ്റൊരു കോമ്പിനേഷൻ ആണ്. ഇനി BTech കോസ്മെറ്റിക് ടെക്നോളജിയോടൊപ്പം ഓപ്ഷണൽ ആയിട്ട് MTech കോസ്മെറ്റിക് ടെക്നോളജി എടുത്തുകൊണ്ട് സയന്റിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ അനലിസ്റ്റ് ആയിട്ടും ഒക്കെ പോകാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് BSc കോസ്മെറ്റിക് സയൻസിനോടൊപ്പം ഓപ്ഷണൽ MSc കോസ്മെറ്റിക് സയൻസ് എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ BSc ബ്യൂട്ടി കോസ്മെറ്റോളജി ഓപ്ഷണൽ ആയിട്ട് MSc കോസ്മെറ്റിക് സയൻസും ചേർത്തുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഡിഗ്രി തലത്തിലുള്ള ഹയർ ഓപ്ഷനും അതുപോലെ ഹയർ പ്ലേസ്മെന്റിനും സാധ്യതയുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ നമ്മൾക്ക് ഇത്തരം കോഴ്സുകൾ അപൂർവമാണെങ്കിലും ചില യൂണിവേഴ്സിറ്റികളെ നമ്മുടെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് സിംബയോസിസ് സ്കിൽസ് ആൻഡ് പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പൂനെയിലാണ്. അവിടെ BSc ഇൻ ബ്യൂട്ടി ആൻഡ് വെൽനസ് ഒരു 3 വർഷത്തെ പ്രോഗ്രാം ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ബ്യൂട്ടി ആൻഡ് വെൽനസ് എന്ന് പറയുന്ന പ്രത്യേക വിങ്ങില് അതിന്റെ ഒരു വെബ്സൈറ്റ് അഡ്രസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് നമുക്ക് ഇത്തരത്തിലൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കോഴ്സ് അവിടുന്ന് തരുന്നത് BVoc ഇൻ ബ്യൂട്ടി ആൻഡ് വെൽനസ് ആണ്. അത് ഒരു വൊക്കേഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇന്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് സംസ്കൃതി യൂണിവേഴ്സിറ്റി. അത് മധുര, ഉത്തർപ്രദേശിലാണ്. അവിടെ നിന്ന് നമുക്ക് BSc കോസ്മെറ്റോളജി 3 ഇയർ പ്രോഗ്രാം അതുപോലെ BVoc കോസ്മെറ്റോളജി നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി NIINM യൂണിവേഴ്സിറ്റിയാണ്. അത് ഹരിയാനയിലാണ് ആയിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന കോഴ്സുകൾ BSc ഇൻ കോസ്മെറ്റോളജി അതുപോലെ DVoc ഇൻ ബ്യൂട്ടി ആൻഡ് വെൽനസ് തുടങ്ങിയ കോഴ്സുകൾ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്നു. മംഗല്യ യൂണിവേഴ്സിറ്റി ഉത്തർപ്രദേശ് ആണ്. BVoc ഇൻ കോസ്മെറ്റോളജി അതുപോലെ BVoc ബ്യൂട്ടി ആൻഡ് വെൽനസ് 2 കോഴ്സുകളാണ് അവിടെ നിന്നും ലഭ്യമാകുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനം ലിംഗായസ് വിദ്യാപീഠ് ഹരിയാനയിലാണ്. അതും BVoc പ്രോഗ്രാമാണ് നമുക്ക് ലഭ്യമാക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ 2 തരത്തിലുള്ള കോഴ്സുകളാണ് പരിചയപ്പെട്ടത്. അപ്പൊ നമുക്ക് BVoc കോഴ്സുകളും അല്ലാത്ത BSc ഡിഗ്രി കോഴ്സുകളുമാണ്. പ്രധാനമായിട്ടും BVoc കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഒരു തൊഴിൽ നൈപുണ്യം സ്കില്ലിന് പ്രാധാന്യം കൊടുക്കുന്ന കോഴ്സുകളാണെന്ന് നമ്മൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രാക്ടിക്കൽ ആയിട്ട് സലൂൺ മാനേജ്മെന്റോ അല്ലെങ്കിൽ പാർലറോ ഒക്കെ അങ്ങനെ പോകുന്ന ആളുകൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് BVoc കോഴ്സുകളാണ്. എന്നാൽ BSc കോസ്മെറ്റോളജി ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുമ്പോഴാണ് അവിടെ നമുക്ക് കോസ്മെറ്റിക് കെമിസ്ട്രികളായിട്ട് ഫോർമുലേഷൻ സയൻസ് ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റുകളുടെ ഉൽപ്പന്നത്തിലേക്ക് കൂടുതലായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കണമെങ്കിൽ അവിടെ BSc കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? തൊഴിൽപരമായിട്ട് നമുക്ക് ഇടപെട്ട് പ്രവർത്തിച്ചാൽ മതിയെങ്കിൽ BVoc കോഴ്സുകൾ അഭികാമ്യമായിരിക്കാം. അല്ലെങ്കിൽ തിയറി ഈ കോസ്മെറ്റിക് കെമിസ്ട്രി അനലിസ്റ്റ് സയന്റിസ്റ്റുമാരെ ഇങ്ങനെ പോകണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് BSc കോസ്മെറ്റോളജി അങ്ങനെ പോകുന്നതാണ് നല്ലത്. അപ്പൊ ഈ ഒരു സന്ദർഭത്തില് 3 പാത്വേ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എങ്ങനെയൊക്കെ പോകാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഒന്നാമത്തെ പാത്വേയില് BSc കെമിസ്ട്രി കഴിഞ്ഞിട്ട് MSc കോസ്മെറ്റിക് സയൻസ് എടുക്കുക. BSc കെമിസ്ട്രി ഇവിടെയുണ്ട്, MSc കോസ്മെറ്റിക് സയൻസ് ഔട്ട്സൈഡ് കേരള നമ്മൾ എടുക്കുന്നു. അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് കോസ്മെറ്റിക് കെമിസ്ട്രിയോ ഫോർമുലേഷൻ സയന്റിസ്റ്റോ ഒക്കെ ആകാം. രണ്ടാമത്തെ പാത്വേ എന്ന് പറയുന്നത് BPharm MPharm കഴിഞ്ഞതിന് ശേഷം ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റ് അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ് അങ്ങനെ പോകാം. മൂന്നാമത്തെ പാത്വേ എന്ന് പറയുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോഗ്രാം ഉൾപ്പെടുന്നതാണ്. അതിനകത്ത് BSc കെമിസ്ട്രിയും തുടർന്ന് MSc കെമിസ്ട്രിയും എടുത്തതിന് ശേഷം PhD അതിനകത്ത് കോസ്മെറ്റിക്കോ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ്ങിലെ സയന്റിസ്റ്റ്. അപ്പൊ 2 കോഴ്സുകളും BVoc വേണമോ അല്ലെങ്കിൽ BSc കോസ്മെറ്റോളജി വേണമോ എന്നുള്ളത്
നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അവരവരുടെ ഉചിതം പോലെ ഇഷ്ടം പോലെ നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന്റെ ഫീസ് സ്ട്രക്ചറും മറ്റുമൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ലോ കോസ്റ്റ് നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫീസ് സ്ട്രക്ചറും മറ്റും എല്ലാവർക്കും നന്നായി അഫോർഡ് ചെയ്യാൻ സാധ്യമാകണം എന്നില്ല. എല്ലാ ഏരിയയും ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇത്തരം കോഴ്സുകളെ സെലക്ട് ചെയ്യേണ്ടത്. ഇനി തുടർന്ന് അപ്പൊ ഇത്രയാണ് നമുക്ക് ഹയർ ഓർഡർ ഡിഗ്രി ലെവലിലേക്ക് പോകുമ്പോൾ പരിചയപ്പെടേണ്ട കോഴ്സുകൾ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഡിപ്ലോമ കോഴ്സുകളാണ്. ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ച് പരിചയപ്പെടുമ്പോൾ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഡിപ്ലോമ കോഴ്സുകളാണ്. അതായത് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി തെറാപ്പി, അതുപോലെ ഡിപ്ലോമ ഇൻ സ്പാ ആൻഡ് വെൽനസ് മാനേജ്മെന്റ്. ഈ 2 പ്രോഗ്രാമിലൂടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നതിലൂടെ സലൂൺ ജോബുകളും അല്ലെങ്കിൽ നമ്മുടെ പാർലർ നടത്തിപ്പോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം എന്നുള്ളതാണ്. അപ്പൊ ഈ ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കേരളത്തിൽ ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള കോഴ്സുകൾ കുറച്ച് എണ്ണക്കുറവ് ഇനിഷ്യൽ സ്റ്റേജ് ആണ്. നമ്മൾ അതിന്റെ ഒരു പ്രോഗ്രസീവായിട്ട് നമ്മൾ വരുന്നതേ ഉള്ളൂ. എങ്കിലും അത് ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള ഒരു കോഴ്സാണ് അസാപ്പ്. നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നു അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. ഇത്തരത്തിൽ ഡിപ്ലോമ ഇൻ കോസ്മെറ്റോളജി എന്ന രീതിയിൽ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേവലം 560 മണിക്കൂറുകളാണ് ആ ഡിപ്ലോമ കോഴ്സിൽ നമുക്ക് ചെലവാക്കാൻ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അതിന്റെ ഏറ്റവും അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് തന്നെ മതിയാകും. അപ്പോ അവിടെ ഈ നമ്മൾ കാണുന്ന പോലെ ഹെയർ മേക്കപ്പ്, ക്ലയന്റ് ഹാൻഡ്ലിംഗ്, ഹൈജീനിക് പ്രാക്ടീസ് തുടങ്ങിയ മേഖലയിലെല്ലാം സമഗ്രമായ പഠനം അനുവദിക്കുന്നു. മാത്രവുമല്ല 75% നമുക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ലഭ്യമാക്കുന്നു എന്നുള്ളതും അസാപ്പിന്റെ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ്. ഇപ്പോ മാത്രവും അല്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരൊറ്റ അസാപ്പ് മാത്രമാണ് കൂടുതലായിട്ട് ഗവൺമെന്റ് സപ്പോർട്ടഡ് ഡിപ്ലോമ കോഴ്സുകളായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് അല്ലാതെ BSc ഡിഗ്രി റെഗുലർ ആയിട്ട് പോകാൻ കോസ്മെറ്റോളജി എന്ന് പറഞ്ഞ് റെഗുലർ ആയിട്ട് പോകാനുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ കുറവാണ് എന്നുള്ളതാണ്. തുടർന്ന് ഇനി ഇതുപോലെ അസാപ്പിനെ പോലെ തന്നെ നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പിന്റെ ആഭിമുഖ്യത്തില് ഒരു പ്രത്യേക പ്രോഗ്രാം സ്കിൽ ബേസ്ഡ് ഗവൺമെന്റ് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അത് സ്കിൽ ഇന്ത്യ മിഷൻ എന്നൊരു പ്രോഗ്രാമാണ്. ഇത് ശരിക്കും 2015 ഇംപ്ലിമെന്റ് ചെയ്യുന്നു. യുവാക്കളായിട്ടുള്ള ആളുകളെ തൊഴിൽ നൈപുണ്യം നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സെൽഫ് എംപ്ലോയ്മെന്റ്, അതുപോലെ ഓൺടർപ്രന്യൂർഷിപ്പ്, എംപ്ലോയ്മെന്റ് സാധ്യതകളും ഉണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പൊ NSDCയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ കീഴിൽ പ്രധാനമായിട്ടും ചില പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്നൊരു പ്രോഗ്രാമാണ്. ഈ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ഫ്രീ ട്രെയിനിങ് ആണ് എന്നുള്ളതാണ്. ഒരു ഷോർട്ട് ടേം കോഴ്സ് ആണ്. 3 മുതൽ 6 മാസം വരെ മാത്രമേ അത് എടുക്കുന്നുള്ളൂ. അപ്പൊ അതിനകത്ത് അസസ്മെന്റും സർട്ടിഫിക്കറ്റും പ്ലേസ്മെന്റ് സപ്പോർട്ടും കിട്ടുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും അവിടെ കവർ ചെയ്യുന്ന ഏരിയ ബ്യൂട്ടി ആൻഡ് വെൽനസും അതുപോലെ തന്നെ ഹെൽത്ത് കെയറുമാണ്. തുടർന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു NSDC പ്രോഗ്രാമാണ് പ്രധാനമന്ത്രി കൗശൽ കേന്ദ്ര. ഇന്ത്യയിൽ ഉടനീളമായിട്ട് ഇത്തരം ട്രെയിനിങ് സെന്ററുകൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. നല്ല ഹൈ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചറും ട്രെയിനേഴ്സിനെ നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതും അതിന്റെ പ്രത്യേകതയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഗവൺമെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമാണ്. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിന്റെ പ്രത്യേകത നമ്മള് മറ്റെവിടെയെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ലേൺ ബൈ വർക്കിംഗ് ഇൻ കമ്പനീസ്, മറ്റു സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം സ്റ്റൈബൻഡോട് കൂടി നമുക്ക് പഠിക്കാൻ അവസരം ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ഡയറക്റ്റ് എൻട്രി, ജോബിലേക്ക് നേരിട്ട് പ്രവേശനം ലഭ്യമാകുന്നു എന്നുള്ളത് അതിന്റെ പ്രത്യേകതയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാം ആണ് ഈ സ്കിൽ, അല്ലെങ്കിൽ ഓൺലൈനില് ഇത്തരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയായി കണക്കാക്കും. അപ്പൊ അതിനകത്ത് ഈ NSDC പ്രോഗ്രാമിലെല്ലാം തന്നെ പ്രാക്ടിക്കൽ സെഷനും ഉണ്ട്, ക്ലയന്റ് ഹാൻഡ്ലിംഗ് വരുന്നുണ്ട്, ഹൈജീൻ പ്രൊഫഷണൽ സ്കിൽസ് എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അപ്പോ ആ NSPCയുടെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് NSQF ലെവലിൽ തന്നെയാണ്. അപ്പൊ അത്തരം സർട്ടിഫിക്കറ്റുകൾ തീർച്ചയായിട്ടും സലൂൺ, സ്പാ, മറ്റ് കമ്പനീസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രെയിനിങ്ങിന്റെ നമ്മൾ NSPC പോലെയുള്ള ഗവൺമെന്റ് ട്രെയിനിങ് സെന്ററുകളിൽ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോ കോസ്റ്റ് ഓഫ് ഫ്രീ ട്രെയിനിങ്ങോ ആയിരിക്കും എന്നുള്ളതാണ്. പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലുടനീളം ഇത് സർട്ടിഫിക്കറ്റുകളെല്ലാം വാലിഡിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് NSPCയിലേക്ക് നമുക്ക് ജോയിൻ ആകാൻ പറ്റുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് ജോയിൻ ആകാൻ പറ്റുന്ന രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് സ്കിൽ ഇന്ത്യ പോർട്ടൽ ചൂസ് ചെയ്തതിന് ശേഷം അതിനകത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്ത് തൊട്ടടുത്ത സെന്റർ, അതുപോലെ നമ്മൾ ചേരാൻ ഉദ്ദേശിക്കുന്ന കോഴ്സും എടുക്കുക, ചൂസ് ചെയ്യുക. അതിനുശേഷം എൻറോൾ ചെയ്യുക, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. അസസ്മെന്റിന് ശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും NSPCയെ കുറിച്ച് പറയാനുള്ളത്. ഇനി NSPC പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് ഭാരത് സേവക് സമാജ്. ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ളൊരു കോഴ്സാണ്. ഇതിനെ ഭാരത് സേവക് സമാജ് എന്ന് പറയുന്നത് അനുപമ ടീച്ചറെ, ഞാൻ പിന്നെ ഇന്ററപ്റ്റ് ചെയ്യുന്നതിൽ സോറി, നല്ല ഫ്ലോയിൽ ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട സംഗതികൾ മാത്രം ഒന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാതെ അങ്ങോട്ട് പോയാൽ മതിയേ, നമുക്ക് സമയം കൂടുതൽ എടുക്കുന്നു. അപ്പോൾ ടീച്ചർ അതിന്റെ ഡെപ്തിലോട്ട് പോകുന്നത് നമുക്ക് വേണമെങ്കിൽ ഇവരെ ചോദ്യങ്ങൾ വരുന്ന അനുസരിച്ച് ചെയ്യാം. അപ്പൊ ടീച്ചർ ഒന്ന് പെട്ടെന്ന് അതങ്ങ് പറഞ്ഞു പോയാൽ മതി, എക്സ്പ്ലനേഷൻ വേണ്ട. അത് കുട്ടികൾ അത് നോട്ട് ചെയ്തിട്ട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാം. ഓക്കെ ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇപ്പൊ നമുക്ക് ഭാരത് സേവക് സമാജ് ഡിപ്ലോമ ഇൻ കോസ്മെറ്റോളജി ആൻഡ് ACTC ഒരു വർഷത്തെ കോഴ്സ് തരുന്നുണ്ട്. ഡിപ്ലോമ ഇൻ കോസ്മെറ്റോളജി ആൻഡ് ബ്യൂട്ടി പാർലർ മാനേജ്മെന്റ് എന്ന് പറയുന്ന മറ്റൊരു ഡിപ്ലോമ കോഴ്സുകളും തരുന്നുണ്ട്. അപ്പൊ ഈ ഡിപ്ലോമ കോഴ്സുകൾ പ്രധാനമായിട്ടും കേരളത്തിലും മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഓഫർ ചെയ്യുന്നുണ്ട്. അത് ഗ്ലാം ഇന്റർനാഷണൽ അക്കാദമി പാലക്കാട്, റിവേർഡ് ബ്യൂട്ടി അക്കാദമി കൊച്ചി, ആദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അതുപോലെ ചിത്ര വുമൻ അക്കാദമി, ലീ ബ്യൂട്ടി അക്കാദമി, GITD, നമ്മൾക്കിന്ന് എക്സ്പെർട്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്സ്റ്റൈൽ ഡിസൈനിങ്, അതുപോലെ തന്നെ നാച്ചുറൽ ബ്യൂട്ടി അക്കാദമി ട്രിവാൻഡ്രം. ഇവരൊക്കെ ഡിപ്ലോമ തരുന്ന മറ്റ് കേരളത്തിലുള്ള സ്ഥാപനങ്ങളാണ്. അതുപോലെ ഇന്ത്യയിലെ ദേശീയ തലത്തിലും ഇത്തരം സ്ഥാപനങ്ങൾ അവൈലബിൾ ആണ്. VLCC ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്യൂട്ടി ആൻഡ് ന്യൂട്രീഷൻ, ലാക്മി അക്കാദമി, ലോറിയൽ പ്രൊഫഷണൽ അക്കാദമി, ഒറൈൻ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ബ്യൂട്ടി ആൻഡ് ന്യൂട്രീഷൻ, ജാവേദ് ഹബീസ് ഹെയർ ആൻഡ് ബ്യൂട്ടി അക്കാദമി തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ഡിപ്ലോമ കോഴ്സുകൾ തരുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളായിട്ട് കണക്കാക്കാം. ഇത് നമുക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ്, ഷോർട്ട് ടേം കോഴ്സുകൾ. അതിനകത്ത് ബേസിക് ബ്യൂട്ടി കൾച്ചർ, ഹെയർ സ്റ്റൈൽ, മേക്കപ്പ് ആർട്ടിസ്റ്റ്, നെയിൽ ടെക്നോളജി തുടങ്ങിയ സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് കോഴ്സുകളെ കുറിച്ച് പറയുമ്പോൾ കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള 1-2 പ്രോഗ്രാമുകൾ കൂടെ പറയേണ്ടതുണ്ട്. റൂട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് റൂറൽ വിമൻ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്ക് 6 മാസത്തെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ITIയുടെ 1 വർഷത്തെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ആ വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളെ തൊഴിൽ സന്നദ്ധരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ 1 വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പാത്വേ ആണ് മെഡിക്കൽ പാത്വേ. ഞാൻ നേരത്തെ പറഞ്ഞു, ഹയർ ഓപ്ഷനിലുള്ള പ്രധാനപ്പെട്ട ഒരു പാത്വേ ആണ്. അതിനകത്ത് ആദ്യമായിട്ട് നമുക്കറിയാം നീറ്റ് UG പരീക്ഷ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾക്ക് 50% കുറയാതെ മാർക്കിലൂടെ നീറ്റ് UG ക്വാളിഫൈ ചെയ്തുകൊണ്ട് കേരളത്തിലോ ഇന്ത്യയിൽ ഉടനീളമുള്ള ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിങ് ഡീംഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ നീറ്റ് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം MBBS എടുക്കുക. തുടർന്ന് നമ്മൾക്ക് ഡെർമറ്റോളജി സ്പെഷ്യലൈസേഷൻ ആണ്. അത് അടുത്ത 3 വർഷം സ്പെഷ്യലൈസേഷൻ ആണ്. അപ്പൊ അതിലൂടെ നമുക്ക് കൂടുതൽ ആഴത്തിലുള്ള ഡെർമറ്റോളജി, ഹെയർ ഡിസോർഡേഴ്സ്, പിഗ്മെന്റേഷൻ തുടങ്ങിയ മേഖലയിലൊക്കെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. തുടർന്ന് നമുക്ക് കോസ്മെറ്റിക് ഡെർമറ്റോളജി, അവിടെ നമുക്ക് ലേസർ ട്രീറ്റ്മെന്റും അതുപോലെയുള്ള കുറച്ചുകൂടെ ഹയർ ഓർഡറിൽ നിന്ന് പ്രാക്ടീസ് ആകാം. തുടർന്ന് ഫെലോഷിപ്പ്, അത് ഇന്ത്യയിലോ എബ്രോഡിലോ എവിടെ ആകാം. മെഡിക്കൽ പാത്വേ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. ലീഗലി നമുക്ക് ആളുകളെ ചികിത്സിക്കുന്നതിനുള്ള ഒരു പെർമിഷൻ, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ, അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലോ പ്രൈവറ്റ് ക്ലിനിക്കുകളിലോ സ്വന്തമായിട്ട് ക്ലിനിക്കുകളോ നടത്താം എന്നുള്ളതാണ് ഇത്തരം മെഡിക്കൽ പാത്വേയുടെ ഒരു സവിശേഷത. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത്. എന്നെ ശ്രമിച്ചിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്
ജ്യോതിഷ് സാറിനെ കരിയർ പ്രയാണം ത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ്. താങ്ക് യു ടീച്ചർ, താങ്ക് യു. നമ്മുടെ കുട്ടികൾക്കൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ്, കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് യൂണിസെഫിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മളെ ഒരു കരിയർ പോർട്ടൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ പോർട്ടല് ആണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായത്തോടും യൂണിസെഫ് കൂടെ ചേർന്നുകൊണ്ടാണ് ഈ പോർട്ടൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പോർട്ടലില് നമുക്ക് കോഴ്സുകൾ, വ്യത്യസ്ത കോഴ്സുകൾ, എല്ലാ കരിയറെ കുറിച്ചും കോഴ്സുകളെ കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചും അതിന്റെ സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വളരെ സമഗ്രമായിട്ടുള്ള ഒരു പോർട്ടലാണ്. ഈ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏത് കരിയർ മേഖലയെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം കിട്ടും. നമുക്ക് കരിയർ പ്രയാണം .education.kerala.gov.in എന്ന സൈറ്റ് വഴി നമുക്ക് ഈ കരിയർ പ്രയാണം പോർട്ടലിലേക്ക് പ്രവേശിക്കാം. അതിനകത്ത് നിങ്ങളുടെ കരിയർ നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നത് തൊട്ട് നോട്ടിഫിക്കേഷൻസ്, ഇപ്പൊ അതിന്റെ അഡ്മിഷന്റെ പുതിയ നോട്ടിഫിക്കേഷൻ, എൻട്രൻസ് എക്സാമിനേഷൻ, സ്കോളർഷിപ്പുകൾ മുഴുവൻ ഒരു കരിയർ ക്ലസ്റ്റർ ആയിട്ടാണ് അതിൽ കിടത്തേക്കുന്നത്. ഇപ്പൊ സ്റ്റേറ്റ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ ദേശീയ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വെബ്സൈറ്റിലുള്ള ലിങ്കുകൾ, നമ്മൾ ഒരു കരിയർ അതിന്റെ എൻട്രി പാത്വേ, അതിന് ഏതൊക്കെയാണ് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ആ കോഴ്സ് ഉള്ള സ്ഥാപനങ്ങൾ, അതിന്റെ കരിയർ ലാഡർ. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞ ഇപ്പൊ ബ്യൂട്ടീഷ്യൻ, സീനിയർ ബ്യൂട്ടീഷ്യൻ, സൂപ്പർവൈസർ, മാനേജർ, ഈ ലെവലിൽ കരിയർ ലാഡറാണ്. ഇതിനെ സംബന്ധിച്ച് ഓരോ മേഖലയിലും പോകാൻ നിങ്ങൾക്ക് വേണ്ട സ്കിൽ എന്തൊക്കെയാണ്, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണ്, അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകുന്ന കോഴ്സ്, ഇങ്ങനെ സമഗ്രമായിട്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികൾക്കായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു പോർട്ടലാണ് കരിയർ പ്രയാണം പോർട്ടൽ. നമ്മൾ എല്ലാ കുട്ടികളും അത് പബ്ലിക്കാണ്. ഏത് കുട്ടിക്കും ഈ ഒരു സൈറ്റ്, ഞാൻ പറഞ്ഞ കരിയർ പ്രയാണം .education.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് ഏകദേശം 500ഓളം കരിയർ മേഖലകളെ സംബന്ധിച്ച് വ്യക്തമായ, ഞങ്ങളിവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതടക്കമുള്ള ഒരു മേഖലയാണ്, പല മേഖലയെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടും. ഇത് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ കൂടുതലായിട്ടും ഉപയോഗിക്കുക. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം. സർ, എല്ലാവർക്കും ഒരുപാട് നമസ്കാരം. ഞാന് കോസ്മെറ്റോളജിയും ഡിപ്ലോമയും പ്രൊഫഷണൽ ഡിപ്ലോമയില് ബ്യൂട്ടീഷ്യൻ കോഴ്സിലാണ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അത് ഒരു 1 year, ഞാനൊരു 3 years ആയിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന, ഫാക്കൽറ്റീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. GITD-യിലാണ് ഞാൻ ഈ ഒരു കോഴ്സ് പഠിക്കുന്നത്. അപ്പൊ ആ കോഴ്സ് പഠിച്ച് ഏകദേശം 1 year, ഞാൻ ഒരുപാട് 6 month കോഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഷോർട്ട് ടൈം കോഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ മാം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ഹെയർ ആയിരുന്നാലും നെയിൽ ആയിരുന്നാലും സാരിയുടേത്, മെഹന്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ കോഴ്സിൽ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചൂസ് ചെയ്ത ഒരു കരിയർ എന്ന് പറയുന്നത് ബ്യൂട്ടീഷ്യന്റെ കോഴ്സ് തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു ഫീൽഡിൽ ഞാൻ ഇന്ന് ഇപ്പൊ ഒരു 3 year ആയിട്ട് വർക്ക് ചെയ്യാണ്. അതോടൊപ്പം തന്നെ GITD, നമുക്കൊരു 8 ബ്രാഞ്ചോളം നമുക്ക് ഇവിടെ GITD അവൈലബിൾ ആണ്. അപ്പൊ അവിടെ നമുക്ക് അതിലൊരു പൊങ്ങുമൂട് ബ്രാഞ്ചിലാണ് ഞാനിപ്പോ ഫാക്കൽറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് കൂടി ഞാനിപ്പോ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാണ്. ആദ്യമൊക്കെ എനിക്കൊരു ചെറിയ വരുമാനമാണ് ഇതിനകത്ത് നിന്ന് ഉണ്ടായി തുടങ്ങിയെങ്കിൽ ഇപ്പോ അത് കാലക്രമേണ എന്റെ വരുമാനം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒരു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അതായത് +2 കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് എന്നാലോചിച്ചിരിക്കുന്നവർക്കൊക്കെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് കൂടെയാണ് നമ്മുടെ ഈ ഒരു ബ്യൂട്ടി കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഞാൻ പഠിച്ച ഫീൽഡ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ തന്നെ സ്കിന്നിനെ കുറിച്ചും ഹെയറിനെ കുറിച്ചും ബ്യൂട്ടീഷ്യൻ മേക്കപ്പിനെ കുറിച്ചും, അല്ലെങ്കിൽ ഒരു സാരി എങ്ങനെ ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ സാരി എങ്ങനെ നമുക്കത് പ്രീപ്ലീറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കാം, ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ക്ലാസ് ഞാനിപ്പോ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഏജ് ലിമിറ്റ് ഇല്ല. ഏത് ഏജ് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനായിരുന്നാലും ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് നമ്മുടെ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കി മുന്നോട്ട് ആണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ മേക്കപ്പ് വർക്കും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം തന്നെ ഞാൻ
അതുപോലെ തന്നെ അവര് വീട്ടിലൊക്കെ ഇപ്പൊ ഒരു കോഴ്സ് കഴിഞ്ഞിറങ്ങിയ സ്റ്റുഡൻസ് ഒക്കെ സ്വന്തമായിട്ട് പാർലർ ഇടുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് ഈ കോഴ്സ് പഠിച്ചു വരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ വേറൊരു ജോബിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് അത്യാവശ്യം സൈഡിൽ കൂടെയൊക്കെ ഈ ഒരു ബിസിനസ് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടെയാണ് ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു +2 കഴിഞ്ഞിട്ട് എന്ന് ആലോചിച്ചിരുന്ന സമയത്താണ് GITD കുറിച്ച് അറിയുകയും ആ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ NCVTയുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഞാനൊരു കോഴ്സ് എടുക്കുകയും അതിൽ അന്ന് ഇപ്പൊ മാം പറഞ്ഞതുപോലെ തന്നെ എല്ലാ കോഴ്സുകളും നെയിൽ ആർട്ടിൻ്റെതും മേക്കപ്പിൻ്റെതും സാരി ഡ്രൈപ്പിങ്ങിൻ്റെതും അതുപോലെ തന്നെ സ്കിന്നിൻ്റെതും ഹെയറിൻ്റെ ഒക്കെ കോഴ്സുകൾ നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. ഷോർട്ട് ടൈം കോഴ്സുകളും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് 1 ഇയർ കോഴ്സുകളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഞാൻ ചൂസ് ചെയ്ത് പഠിച്ചത് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ കോഴ്സാണ്. അപ്പൊ അത് കഴിഞ്ഞൊരു 1 ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുന്നതും ഇപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫീൽഡിൽ തന്നെ ഞാൻ GITDയിൽ തന്നെ 8 ബ്രാഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. ആ ബ്രാഞ്ചിലെ ഒരു ബ്രാഞ്ചായ പോങ്ങുമൂട് ബ്രാഞ്ചിലെ ഒരു ഫാക്കൽറ്റി ആയിട്ടും കൂടിയാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ 2 ഫീൽഡിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഫാക്കൽറ്റി ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇപ്പോൾ മേക്കപ്പ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏതൊരു സ്റ്റുഡൻസിനായിരുന്നാലും ആ ഒരു പാഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡാണ്. ഈ ഒരു ഫീൽഡ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചാൻസസുകൾ ഉണ്ട്. ഇപ്പൊ ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ടാണെങ്കിൽ ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ട് മാത്രമായിട്ട് ചെയ്യാൻ പറ്റും. മേക്കപ്പ് ആണെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് മാത്രമായിട്ട് നിൽക്കാനായിട്ട് പറ്റും. സ്കിന്നിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ മാത്രമായിട്ട് തിരഞ്ഞെടുത്ത് പഠിക്കാനായിട്ട് പറ്റും. നെയിലിൻ്റെതാണെന്നുണ്ടെങ്കിൽ നെയിലിനെ കുറിച്ച് മാത്രമായിട്ട് നമുക്ക് അങ്ങനെ പഠിച്ച് നെയിൽ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഫീൽഡിന് ഇതിന്റെ അകത്ത് തന്നെ ഈ കോഴ്സിന് ഇതിന്റെ അകത്ത് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ എല്ലാ ഫീൽഡിലും നിൽക്കുന്ന ഒരാളായത് കൊണ്ടാണ് എനിക്ക് ഇപ്പോൾ GITDയിൽ തന്നെ ഒരു ഫാക്കൽറ്റി ആയിട്ട് അവസരം കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ അവിടെ സ്റ്റുഡൻസിനോടും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് നമുക്കവിടെ ഒരു ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല. ഞങ്ങൾക്ക് അവിടെ തന്നെ ഒരു 50 വയസ്സായ ആന്റി വരെ ഞങ്ങൾ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ആന്റി വരെ നമ്മുടെ കരിയർ ഗ്രോത്ത് ചെയ്ത് എടുക്കുക, പാഷനൊക്കെ ഗ്രോത്ത് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. 18 വയസ്സ് മുതലുള്ള ആൾക്കാർ, 10th പാസ്സായ ആൾക്കാർ മുതൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു വഴിതിരിവാകാനായിട്ട് ഇപ്പോൾ എന്നെ കൊണ്ട് സാധിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിനിങ്ങനെ ഒരു സംസാരിക്കാൻ അവസരം തന്ന മാമിനോടും സാറിനോടും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സർ.